ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ്, ഇന്നത്തെ ദിവസം എന്തെല്ലാം എനർജീസാണ്, എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തെല്ലാം ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നതെന്ന് നോക്കാം. പോസിറ്റീവ് ആയിട്ടിരിക്കണേ. നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് 6 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഇന്ന് അമ്മു എന്നും വന്നിരുന്ന് റീയൂണിയൻ്റെ കാർഡ് റീയൂണിയൻ എന്ന് പറയും, പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്നല്ലേ പറയുന്നത്. എനിക്ക് കാർഡിൽ കാണുന്നതേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് 6 ഓഫ് വാൻഡ്സ് ഒന്നുകിൽ നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പബ്ലിക് റെക്കഗ്നീഷൻ കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ്. പബ്ലിക് റെക്കഗ്നീഷൻ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേര് മോശമാകുന്ന ദിവസമാകാം, അങ്ങനെയും ആകാം. അപ്പോൾ റീയൂണിയനാണ്, പബ്ലിക് റെക്കഗ്നീഷൻ കിട്ടുന്നതാണ്, അതുപോലെ പേര് മോശമാകുന്നതാകാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ സാഹചര്യം എന്താണോ അതിനനുസരിച്ച് നിങ്ങളിതിനെ എടുത്തോളുക. ഓക്കെ. അപ്പോൾ എന്തായാലും 6 ഓഫ് വാണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പാഷനെ പിന്തുടർന്ന് പോകുമ്പോൾ നിങ്ങൾക്കൊരു അച്ചീവ്മെൻറ്റ് ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് 6 ഓഫ് വാണ്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പാഷനെ പിന്തുടർന്ന് പോകുന്ന ആളാണ് എങ്കിൽ നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങൾക്കൊരു റെക്കഗ്നീഷനോ, നിങ്ങളെ ആദരിക്കപ്പെടുകയോ, നിങ്ങൾക്കൊരു നല്ല സൽപ്പേര് കിട്ടുകയോ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ട് മറ്റുള്ളവരെ അഭിനന്ദിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് 6 ഓഫ് വാണ്ട് പറയുന്നത്. ഓക്കെ. അപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചുന്ന റീയൂണിയൻ നടക്കാൻ സാധ്യതയുള്ളൊരു ദിവസം തന്നെയാണ്. ഓക്കെ. അതാണ് 6 ഓഫ് വാണ്ട്. രണ്ടാമത്തെ കാർഡ് 5 ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങൾ പാസ്റ്റിൽ നടന്ന എന്തൊക്കെയോ കാര്യങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നു, നഷ്ടപ്പെട്ടു പോയ എന്തൊക്കെയോ കാര്യങ്ങളെ ഓർത്ത് ദുഃഖിച്ചിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളോട് പറയുകയാണ് യൂണിവേഴ്സ്, നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് ഇതാണ്: നിങ്ങൾ ദുഃഖിക്കേണ്ട. നിങ്ങൾക്ക് യൂണിവേഴ്സ് നല്ല നല്ല സമ്മാനങ്ങൾ കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിറഞ്ഞ കപ്പുകൾ കാണിച്ചു തരികയാണ്. നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്നതിലധികം സമ്മാനങ്ങൾ നിങ്ങൾക്ക് ചുറ്റും തന്നെയുണ്ട്. നിങ്ങൾക്ക് പോകേണ്ടുന്ന ഡെസ്റ്റിനേഷൻ ഇതല്ല. നിങ്ങൾ പോകേണ്ടത് ഏറെ ദൂരേക്കാണ് നിങ്ങൾ പോകേണ്ടത്. നിങ്ങളിങ്ങനെ കടുത്ത ഡിപ്രഷനിലൊന്നും ഇരിക്കേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾക്ക് നല്ലത് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചു തരിക തന്നെ ചെയ്യും. ചുറ്റും ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ ദിവസം കുറേ ആളുകൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ദുഃഖത്തിലിരിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങളുടെ ജോലിയാകാം, നഷ്ടപ്പെട്ടു പോയ ജോലിയോ, നഷ്ടപ്പെട്ടു പോയ പണമോ, നഷ്ടപ്പെട്ടു പോയ സമ്പാദ്യമോ, എന്തോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. നിങ്ങൾക്ക് വിലപിടിപ്പുള്ള എന്തോ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതിനോർത്ത് ദുഃഖിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുകയോ, നഷ്ടപ്പെട്ടു പോയതിനോർത്ത് ദുഃഖിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയുകയാണ് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട ആവശ്യം ഇല്ല. നിങ്ങൾക്കുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് വേണ്ടുന്ന നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചുറ്റും തന്നെ ഉണ്ട്. അടുത്തത് ഫുൾ കാർഡാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്, സമ്മാനമായിട്ട് പുതിയൊരു തുടക്കമുണ്ട്. പാസ്റ്റ് ഈസ് പാസ്റ്റ്. നിങ്ങൾ അതിൽ ക്ലിങ് ചെയ്യരുത്. അതിൽ ക്ലിങ് ടു ദ പാസ്റ്റ് അല്ല. യു ഹാവ് ടു മൂവ് ഓൺ. നിങ്ങൾ മുന്നോട്ട് പോകൂ. പക്ഷെ നിങ്ങളുടെ യാത്ര ദുഷ്കരമായിരിക്കും. എന്നാലും നിങ്ങളിന്ന് വളരെ സന്തോഷത്തോടു കൂടി പുതിയൊരു തുടക്കം നടത്തണമെന്നാണ് പറയുന്നത്. പുതിയ തുടക്കം നിങ്ങൾക്ക് ഇന്നുണ്ട് എന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്, സപ്പോർട്ടുമായിട്ട്. നിങ്ങളൊന്നും പേടിക്കണ്ട, നിങ്ങൾ മുന്നോട്ട് തന്നെ പോയിക്കോളൂ. കുറച്ച് റിസ്കി ആയിരിക്കും, കുറച്ച് അഡ്വഞ്ചറസ് ആയിരിക്കുമെങ്കിലും നിങ്ങൾക്കുള്ള തുടക്കം നിങ്ങൾക്ക് തന്നെ കണ്ടെത്താനായിട്ട് ഇന്നേ ദിവസം സാധിക്കുമെന്നാണ് പറയുന്നത്. ഇന്നൊരു യാത്രയുണ്ട്, യാത്രയുടെ ദിവസമാണ്. ആസ്വദിച്ച് നിങ്ങൾ യാത്ര ചെയ്യുന്നതായിരിക്കാം. മനസ്സമാധാനത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നതാവാം, ക്ഷേത്രത്തിലേക്കാകാം, തീർത്ഥാടനം പോലെ എവിടെയെങ്കിലും മനസ്സമാധാനത്തിന് വേണ്ടി പോകുന്നതാകാനാണ് സാധ്യത. അല്ലാതെയും പോകാം. ഒരു യാത്ര എന്തായാലും ഇന്നേ ദിവസം കാണുന്നുണ്ട്. ഓക്കെ. അടുത്ത കാർഡ് 2 ഓഫ് കപ്സ് ആണ്. വെരി ഗുഡ്, ഫാന്റാസ്റ്റിക്, പ്ലാസ്റ്റിക് ഇലാസ്റ്റിക്. അപ്പോൾ ഇന്ന് 2 ഓഫ് കപ്സിൻ്റെ കാർഡുണ്ട്. അപ്പോൾ റീയൂണിയൻ ആണ്. റീയൂണിയൻ വീണ്ടും വരുന്നുണ്ട്. സോൾമേറ്റുമായിട്ടുള്ള റീയൂണിയൻ ആണ്. നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് റീയൂണിയൻ സംഭവിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക്. നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്ന എഫേർട്ടിന് നിങ്ങൾക്ക് ഈക്വൽ ആയിട്ടുള്ളൊരു സപ്പോർട്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് ഈക്വലി റെക്കഗ്നൈസ്ഡ് ആകും.
നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ മുന്നോട്ട് പോകും. ഫ്രണ്ട്ലിനെസ് ആണ്, കൂട്ടുകൂടും. പിണങ്ങി നിൽക്കുന്ന ആളുകളൊക്കെ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. അവരുമായിട്ട് വളരെ സന്തോഷകരമായൊരു യൂണിയൻ ഉണ്ടാകും. പിന്നെ എംപ്ലോയർ എംപ്ലോയി ബന്ധം വളരെ ശക്തമായിരിക്കും. പിന്നെന്താണ്, നിങ്ങളൊരു പാർട്ട്ണർഷിപ്പിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സൊക്കെ ഇന്നേ ദിവസം തുടങ്ങാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെയും കൂടെ കാർഡാണ് 2 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. റീയൂണിയൻ്റെ കാർഡും കൂടിയാണ്, സോൾമേറ്റിൻ്റെ കാർഡും കൂടിയാണ്. അടുത്തത് ഹാങ്ഡ് മാൻ ആണ്. അപ്പോൾ കുറച്ച് പേർക്ക് ഒരു സ്റ്റക്കനസ് വന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സ്റ്റക്കനസ്, ഹാങ്ഡ് മാൻ എന്ത് ചെയ്യണം എന്നറിയാതെ നിങ്ങൾക്ക് ഒന്ന് പകച്ചു നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പേടിക്കണ്ട. നിങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ ആലോചിക്കുന്നു, തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, തള്ളി വെക്കുന്നു. അപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ കാര്യങ്ങളെ മുന്നോട്ട് തള്ളി പോസ്റ്റ്പോൺ ചെയ്ത് വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാട് ശരിയല്ലാത്തത് കൊണ്ട് നിങ്ങൾ ഒന്നും കൂടെ മാറി ചിന്തിക്കുക, പെർസെപ്ഷൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്ന ദിവസം നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുന്നുണ്ടാവും. കുറേ കാര്യങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്നുണ്ടാവും. അതാണ് സാക്രിഫൈസിൻ്റെ സറണ്ടറിൻ്റെ ഒക്കെ കാര്യമാണ് ഹാങ്ഡ് മാൻ പറയുന്നത്. യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുന്നു. ഞാൻ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്ത് സമർപ്പിക്കുന്നു. എനിക്ക് ഇന്ന കാര്യം യൂണിവേഴ്സിനെ സമർപ്പിക്കുകയാണ്. എനിക്ക് ഇന്ന കാര്യം നല്ലതാണെങ്കിൽ എന്നിലേക്ക് വരണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. തന്നിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഓക്കെ, ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മറക്കരുത്. കിട്ടിയ എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കും. ഓക്കെ, നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ നിങ്ങളിലേക്ക് ആരോ ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ വരുന്നുണ്ട്. ആരോ ഒരാളല്ല, നിങ്ങൾ കാത്തിരിക്കുന്ന ആൾ തന്നെയാണ്. കുറേ നാളുകളായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതാകാം, നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നതാകാം, ഒരാൾ നിങ്ങളിലേക്ക് ഒരു കപ്പ് ഓഫ് ലവുമായിട്ട് വരുന്നുണ്ട്. അയാളുടെ കയ്യിലൊരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡുണ്ട്. അപ്പോൾ ഇന്നൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ആൾ നേരിട്ട് തന്നെ നിങ്ങളിലേക്ക് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നലെ വന്നവരുണ്ടാകാം, ഇന്ന് വരുന്നവരുണ്ടാകാം, ചിലപ്പോൾ നാളെ വരുന്നവരുണ്ടാകാം. അപ്പോൾ വരുന്നതിനെക്കുറിച്ച് ആളുടെ മനസ്സിൽ നല്ല ആലോചനയുണ്ട്. അപ്പോൾ ആ ആൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട്, ഓൺ ദ വേ ആണ്, വന്നുകൊണ്ടേയിരിക്കുന്നു. അതാണ് നൈറ്റ് ഓഫ് കപ്സ് പറയുന്നത്. ഈ നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് എന്താണ്? നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു കപ്പ് ഓഫ് ലവ് ആകാം, ഒരു ഓഫർ ലെറ്റർ ആകാം, അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനും ആകാം കേട്ടോ. ഒരു ഓഫർ ലെറ്റർ ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു എന്തോ ഒരു സൗഭാഗ്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സൗഭാഗ്യം നിങ്ങളിലേക്ക് വരുന്നതാണ്. മോസ്റ്റ് പ്രോബബ്ലി അത് കപ്പായതുകൊണ്ട് അത് ഒരു റിലേഷൻഷിപ്പിൻ്റെ തിരിച്ചുവരവ് തന്നെയാകാനാണ് സാധ്യത. നെക്സ്റ്റ് കാർഡ് ഡെവിളാണ്. അപ്പോൾ ഡെവിൾ കാർഡ് വന്നിരിക്കുന്നതുകൊണ്ട് വല്ലാത്തൊരു അട്രാക്ഷൻ, അഭിനിവേശം നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തിനാണ് അഭിനിവേശം എന്നൊന്ന് ക്ലാരിറ്റി നോക്കാം. എന്തുകൊണ്ടാണ് ഡെവിൾ കാർഡ് വന്നിരിക്കുന്നത്? അപ്പോൾ ഇന്നലെയും നമുക്ക് ഡെവിൾ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെവിൾ കാർഡിന് ക്ലാരിറ്റി നോക്കാം. എന്തുകൊണ്ടാണ് ഡെവിൾ കാർഡ് വന്നിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഡെവിൾ കാർഡ് വന്നിരിക്കുന്നത് നോക്കാം. ഹാങ്ഡ് മാനും ഡെവിൾ കാർഡിന് ക്ലാരിറ്റി ഡെവിൾ, ഇന്നലെയും സെയിം തന്നെയായിരുന്നു. ഡെവിൾ കാർഡിന് ക്ലാരിറ്റി ഡെവിൾ തന്നെയാണ് വന്നത്. അതിനെന്താണ് ക്ലാരിറ്റി നോക്കാം. 2 ഓഫ് സോഡ്സും ഡെത്തുമാണ്. 2 ഓഫ് സോഡ്സും ഡെത്തുമാണ്. അപ്പോൾ നല്ല ഡബിൾ എനർജി കാണുന്നുണ്ട്. ആർക്കൊക്കെയാണ് നല്ല ഡബിൾ എനർജി കാണുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു കാര്യത്തിന് ഡെത്ത് വരുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒത്തിരി ആലോചിച്ചിട്ടും നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അതിൽ ആ തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിന് ഒരു ഡെത്ത് വരുന്നു എന്നാണ്. അപ്പോൾ അവിടെ അത് പോസിറ്റീവായിട്ട് എടുക്കാം നമുക്ക്. ഇവിടെ ആ ഡെത്ത് കാർഡ് ആ അവസ്ഥയ്ക്ക് ഡെത്തായി പോകുന്നു എന്നാണ്. അതായത് നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം എവിടെയോ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡെത്ത് വരുന്നു, അത് നിങ്ങൾക്ക് പോസിറ്റീവായി വരുന്നു എന്നാണ്. അപ്പോൾ ഡബിൾ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ അവസ്ഥയാണ്. തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ ഹാങ്ഡ് മാനായിട്ട് നിൽക്കുന്ന, 2 ഓഫ് സോഡായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ അതിനൊരു ഡെത്ത് വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഈ ഡബിൾ കാർഡ് വന്നിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പിനകത്താണ്. അപ്പോൾ എന്താണെന്നറിയാമോ, ഇയാൾ കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളായിരിക്കും റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്. കാരണം നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? അതിന് ക്ലാരിറ്റി എന്താണ്? ആ 2 ഓഫ് സോഡ് എന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിങ്ങൾ ഡെത്ത് ആക്കണം. അത് നിങ്ങൾ വേണ്ടെന്ന് നോക്കണം. അവിടെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം, അവിടെ ഒരു മാറ്റം കൊണ്ടുവരണം. അപ്പോൾ നിങ്ങൾ തീരുമാനം എടുക്കുക. അപ്പോൾ എന്ത് പറ്റും? അവിടെ റീയൂണിയൻ നടക്കും. ക്ലിയർ അല്ലേ? കണ്ട അതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് 7 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ അവർ കാത്തിരിക്കുകയാണ്. അത് തന്നെയാണ് കാണിക്കുന്നത്.
കാത്തിരുന്ന കാര്യം നിങ്ങളിലേക്ക് വരുന്നു. ഓക്കെ, നിങ്ങളാണ് റെസിസ്റ്റ് ചെയ്ത് നിന്നത്. അപ്പോൾ നിങ്ങൾ ഇനി റെസിസ്റ്റ് ചെയ്യരുത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ അവർക്ക് എന്താണ് 2 of Swords തീരുമാനം എടുത്ത് അവരിലേക്ക് തന്നെ ചെല്ലുക എന്നാണ് കാണുന്നത്. ഓക്കെ, അടുത്ത കാർഡ് നോക്കാം. അടുത്ത കാർഡ് സ്റ്റാർ ആണ്, കണ്ടോ. അപ്പം നിങ്ങൾക്ക് വളരെ പ്രതീക്ഷ, ഹീലിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സുഖമായിട്ട്, സുന്ദരമായിട്ട്, സന്തോഷമായിട്ട് കടന്നു പോകും. അപ്പോൾ നിങ്ങൾ ഇതിനൊരു താങ്ക് യു പറയണം, താങ്ക് യു യൂണിവേഴ്സ് പറയണം. കാരണം നെഗറ്റിവിറ്റീസ് വരുമ്പോൾ അതിനെ പോസിറ്റീവാക്കി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അപ്പോൾ അതിനെ പെട്ടെന്ന് പേടിച്ച് ഭയന്ന് മാറി നിൽക്കുക എന്നുള്ളതല്ല, അതിലേക്ക് ഇറങ്ങി ചെന്ന് അതിൻ്റെ അനുഭവം എന്തായാലും അത് നേടുക. കാരണം അതൊരു കർമ്മയാണല്ലോ. ആ കർമ്മയുടെ ഫലം അനുഭവിക്കുക തന്നെ വേണം. ഇതൊരു കർമ്മയാണ്. ഡെവിൾ വരുമ്പോൾ തീർച്ചയായും ഇതൊരു കർമ്മയാണ്. ആ കർമ്മ ക്ലിയർ ആവുന്നതാണ്. ഓക്കെ, അവിടെ ഒരു ഡെത്ത് കാർഡ് വരുമ്പം ആ അവസ്ഥയ്ക്ക് ഡെത്ത് വരിക. ഡെത്ത് എന്ന് പറഞ്ഞപ്പോഴും പോസിറ്റീവാണ് കേട്ടോ. ഡെത്ത് കാർഡ് പോസിറ്റീവാണ്, കാരണം ആ അവസ്ഥയ്ക്ക് ഡെത്ത് വരുന്നു എന്നാണ്. അപ്പോൾ അവിടെ ഒരു എന്താണ് എനർജി വരുന്നുണ്ട്. ഡബിൾ എനർജി മാറിപ്പോയി. നിങ്ങൾക്ക് എന്താണ് റിലേഷൻഷിപ്പിലേക്ക് ബാക്ക് ടു നോർമൽ ആകാൻ പറ്റും. അവിടെ നിങ്ങൾ വളരെ ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇരിക്കുക. സ്റ്റാർ കാർഡ് വരുന്നുണ്ട്. അപ്പം വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക, സന്തോഷത്തോടുകൂടി കാത്തിരിക്കുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് മൂണാണ്. അപ്പോൾ വീണ്ടും പറയുന്നത് മൂണ്, നിങ്ങൾ ചിലപ്പം കുറേ നാളായിട്ട് മെൻ്റൽ പ്രഷറിലായിരിക്കും ഇരുന്നിട്ടുണ്ടാവുക. നിങ്ങൾ ഭയങ്കര പേടിയിലും ഒക്കെ ആയിരിക്കും ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ചൊക്കെ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഭയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്താകും എന്നുള്ളൊരു ഭയമായിരിക്കാം. അപ്പോൾ ആ ഭയത്തിനെ ഓർത്ത് നിങ്ങൾ ഇനി ആ ഭയത്തിനെ ഓർത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് നല്ലതായിട്ട് തന്നെയാണ് വരുന്നതായിട്ട് കാണുന്നത്. മൂൺ എനർജി, കുറച്ച് പേർക്കൊക്കെ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നേ ദിവസം എന്താണ് നാളെ ചൊവ്വ നാളെയാണെന്ന് തോന്നുന്നു ന്യൂ മൂൺ ഡേ വരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് മൂൺ എനർജി കാണിക്കുന്നത് കേട്ടോ. കുറച്ച് പേർക്കൊക്കെ മൂഡ് സ്വിങ്സ് ഉണ്ടാകും. വെറുതെ കരയാൻ തോന്നുക, പെട്ടെന്ന് ദേഷ്യം വരിക. അപ്പം നിങ്ങൾ ഓർക്കും ഇതെന്താണ് പെട്ടെന്ന് ഇങ്ങനെ വരുന്നത്. അപ്പോൾ ഒന്നും പേടിക്കണ്ട, അത് മൂഡ് സ്വിങ്സ് വരുന്നത് മൂൺ എനർജി കാരണമാണ്. ഓക്കെ, ലാസ്റ്റ് കാർഡ് 9 of Cups എനർജിയാണ്. സക്സസ്ഫുൾ ആയിട്ട്, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട്, മടിയനായിട്ടിരിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മടിയൊന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം എത്ര വലിയ സക്സസ്സിന് മുകളിലിരിക്കുമ്പോഴും നമ്മൾ ശരീരം കൊണ്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നാൾ ചെയ്ത എഫേർട്ടൊക്കെ വെറുതെ ആയിപ്പോൾ. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങളൊരു മടിയനെ പോലെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. 9 of Cups എനർജിയാണ്. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എല്ലാം സക്സസ്ഫുൾ ആണ്, സാറ്റിസ്ഫൈഡ് ആണ്, ഫുൾഫിൽഡ് ആണെന്ന് ഓർത്തിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു മടിയൊക്കെ ഇന്ന ദിവസം തോന്നാൻ സാധ്യതയുണ്ട്. മൂൺ എനർജി കണ്ടിട്ട് പേടിക്കേണ്ട. നാളെ ന്യൂ മൂൺ ഡേ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്നത് കേട്ടോ. ഡബിൾ എനർജി നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിങ്ങളുടെ ഡബിൾ എനർജി എന്ന് പറയുന്നത്, ഒരു നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്. അത് നിങ്ങൾ തീരുമാനം എടുക്കുന്നതോടുകൂടി അതിനൊരു ഡെത്ത് വരുന്നതോടുകൂടി അവിടെ ക്ലിയർ ആവുന്നുണ്ട്. അപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വരുമ്പോൾ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നേ ദിവസം വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ്. കുറച്ച് പേർക്ക് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു കാര്യവും ഇല്ല. കുറച്ച് പേര് ഹാങ്ഡ് മാനായിട്ട് ഇരിപ്പുണ്ട്. അതിനൊന്നും ഒരു കാര്യവും ഇല്ല. നിങ്ങൾ സറണ്ടർ ചെയ്യുക, യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്യുക, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ദൈവത്തെ വിചാരിച്ചുകൊണ്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത്. എന്താണ് ഏഞ്ചൽസിനുള്ള ഗൈഡൻസ് എന്ന് പറയും. അതിന് മുമ്പ് ബോട്ടം ഡെക്ക് വന്നിരിക്കുന്ന 10 of Pentacles ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പല സോഴ്സിൽ നിന്ന് ധാരാളം പണം വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് 10 of Pentaclesനകത്ത്. പക്ഷെ അവിടെ ഒരു 10 of Pentacles ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പൂർവ്വസ്വത്തുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഭാഗം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടോക്ക് ഉണ്ടാകാനോ അപ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന് സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ ഫാമിലി ലൈഫിൽ മറ്റുള്ളവർ കാരണം ചിലപ്പോൾ ഒരു അസ്വാരസ്യമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് 10 of Pentacles പറയുന്നത്. പല സോഴ്സിൽ നിങ്ങൾക്ക് പണം വരും, ധാരാളം പണം വരും. അബണ്ടൻസിൻ്റെ കാർഡും കൂടിയാണ് 10 of Pentacles പറയുന്നത്. എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പോകേണ്ട വഴി ഇതല്ല, നിങ്ങൾക്ക് വേറൊരു പാത യൂണിവേഴ്സായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്കൂടെ പോകാനാണ് പറയുന്നത് കേട്ടോ. വേറൊരു വഴി കണ്ടെത്താനാണ് പറയുന്നത്. നെക്സ്റ്റ് ഹെൽപ്ഫുൾ പീപ്പിൾ, ആളുകളോട് സഹായം സ്വീകരിക്കുക എന്നാണ് പറയുന്നത്. ഹെൽപ്ഫുൾ പീപ്പിൾ.
നെക്സ്റ്റ് കാർഡ് സക്സസ് ആണ്. നിങ്ങൾ ആളുകളോട് സഹായം ചോദിക്കൂ, നിങ്ങൾ മറ്റൊരു വഴി തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സക്സസ് ഉണ്ടാവുന്നതാണ്. ഓപ്പർച്യൂണിറ്റിയുടെ കാർഡാണ് ബോട്ടം വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങളുണ്ട്, നിങ്ങളൊന്നും പേടിക്കണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് റൊമാൻസ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. ലവേഴ്സിനുള്ള ഒറാക്കിൾസ് എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? ഫസ്റ്റ് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇന്നോ ഇന്നലെയോ ഒന്നും തുടങ്ങിയിട്ടുള്ളതല്ല, അത് പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ചിത്രം കുറച്ച് ന്യൂഡിറ്റി ഉള്ളതായതുകൊണ്ടാണ് ഞാൻ പൊത്തിപ്പിടിച്ചത് കേട്ടോ. നെക്സ്റ്റ് ട്രൂ ലവ്, ദിസ് ഈസ് ദ റൊമാൻസ് ഓഫ് എ ലൈഫ് ടൈം. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഒരു ട്രൂ ലവ് തന്നെയാണ്. നെക്സ്റ്റ് റൊമാൻറ്റിക് ഫീലിങ്സ്, യുവർ ഫീലിങ്സ് ആർ റിയൽ ആൻഡ് വർത്ത് എക്സ്പ്ലോറിങ്. നിങ്ങൾക്ക് തോന്നുന്ന ഫീലിങ്സ് റിയൽ ആണ്, എക്സ്പ്ലോറിങ് ആണ്, ഇറ്റ് ഷുഡ് ബി എക്സ്പ്ലോർഡ് ആണ്. അതുകൊണ്ട് നിങ്ങളത് കൺട്രോൾ ചെയ്ത് വെക്കരുത്, നിങ്ങളത് അത് എക്സിബിറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. വെരി സൂൺ ആണ്. ക്ലിയർലി ഡിസൈഡ് വാട്ട് യു വോണ്ട് സോ ദാറ്റ് ഇറ്റ് കംസ് ടു യു നൗ. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാതെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരും എന്നാണ് പറയുന്നത്. അപ്പോൾ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ തീരുമാനം എടുക്കൂ, അത് തന്നെയാണ് ഇവിടെ ഡെവൽ പറഞ്ഞത്. തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പെട്ടെന്ന് തീരുമാനം എടുക്കൂ, ആ അവസ്ഥയ്ക്ക് ഒരു എൻഡ് ഉണ്ടാക്കും, അതാണ് നിങ്ങളുടെ ഡെവല് കേട്ടോ. അവിടെ നിങ്ങൾ മിഴിച്ച് നിൽക്കരുത്, മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത് കേട്ടോ. പേടിക്കണ്ട, വിഷമിക്കണ്ട, സപ്പോർട്ടുണ്ട്, ഒന്നും പേടിക്കണ്ട, എവറിഥിങ് വിൽ ബി ഫൈൻ, ഓക്കെ എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളത് കമൻറ്റും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്, സബ്സ്ക്രൈബും കൂടെ ചെയ്യണം, മറക്കരുത്. ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.